Good morning. Good morning. Wish you all a happy Easter. ഉയിർപ്പിൻ്റെ ദിവസമാണ്. യേശുദേവൻ മരണത്തെ കീഴടക്കി, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയമായ മരണത്തെ കീഴടക്കി യേശുദേവൻ ഉയർത്തെഴുന്നേറ്റ ദിവസം. ഈ ഈസ്റ്ററിനെ കുറിച്ച് വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ ക്ലാരൻസ് ഹാൾ എന്ന മനുഷ്യൻ എഴുതിയത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് സത്യത്തെ കല്ലെറിയാം, സത്യത്തെ ഒരു മരക്കുരിശിൽ ആണിയടിച്ച് തൂക്കാം, അതിനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് കല്ലറയ്ക്കുള്ളിൽ നിക്ഷേപിക്കാം, പക്ഷേ അത് വിജയമകുടം ചൂടി തിരിച്ചു വരും. സത്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണ്. ആ ഒരു ദിവസം തന്നെ നമ്മുടെ ഈ ചാനൽ ടെക്നോ ഫണ്ടേ തുടങ്ങാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ ചാനൽ തുടങ്ങുവാൻ എന്നെ സഹായിച്ച എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യ വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ടെക്നോ ഫണ്ടേ? ഈ പേര് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നും വേണ്ടി വന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെട്ട് നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും അത്യാവശ്യ ഘടകമാണ്. പിന്നെ കുറച്ച് ഫണ്ടമെൻ്റൽസ്. ഈ ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചുള്ള ബേസിക്കും ഫണ്ടമെൻ്റലിനെ കുറിച്ചുള്ള അനാലിസിസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ഡേ ഒരു ഫൺ ഡേ ആക്കി മാറ്റാം. വളരെ അനായാസമായ രീതിയിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ഡേ അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ സമീപിക്കാൻ പറ്റും. അങ്ങനെ ടെക്നിക്കലും ഫണ്ടമെൻ്റലും ഫണ്ണും എല്ലാം കൂടെ ചേർത്തിട്ട് ടെക്നോ ഫണ്ടേ കൊള്ളാമെങ്കിൽ നല്ലതെന്ന് പറയുക. ഇപ്പോൾ ആദ്യം ഒരു വീഡിയോ ചെയ്യാൻ നോക്കിയപ്പോൾ എന്ത് കണ്ടൻ്റ് ആയിരിക്കും എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്ന, നമ്മുടെ പരിചയക്കാരായിട്ടുള്ള ആളുകൾ, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നു, സാർ നിഫ്റ്റി ഒരു തിരിച്ചുവരവിലേക്കാണോ? ഈ റാലി സസ്റ്റെയിൻ ചെയ്യുമോ? ഇതോ ഇനിയും തിരിച്ചു പോകാൻ സാധ്യതയുണ്ടോ? മാർക്കറ്റിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റിനെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു പ്രോബബിലിറ്റി സ്റ്റഡി നടത്തി നോക്കാം. നമുക്കൊരു ചെറിയ അനാലിസിസ്, നിഫ്റ്റിയെ എങ്ങനെ അതിൻ്റെ ട്രെൻഡ് അനാലിസിസ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. കുറച്ച് ടെക്നിക്കലും കുറച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു ചെറിയ അനാലിസിസ് മെത്തേഡ്. നിങ്ങൾക്ക് ഏതൊരു സ്റ്റോക്ക് എടുക്കുമ്പോഴും ഈ ഒരു അനാലിസിസ് മെത്തേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ടിലേക്കൊന്ന് പോകാം. ഇത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. ഓക്കെ, നമുക്ക് നിഫ്റ്റിയുടെ ഡേ ചാർട്ടിലോട്ട് വരാം. ഡെയിലി ഫോർമാറ്റിലാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ക്യാൻഡിലാണ് അല്ലേ? ഇവിടെ മുതൽ നമ്മൾ ബുള്ളിഷ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം റൺഅവേ ഗ്യാപ്പുകളാണ്. എന്താണ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിമാൻഡ് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ഓപ്പൺ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് ആണ് ഈ ഗ്യാപ്പുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പലതരത്തിലുള്ള ഗ്യാപ്പുകളുണ്ട്. അതിനകത്ത് ഈ കാണുന്നത് റൺഅവേ ഗ്യാപ്പാണ്. അതായത് ഒരു ട്രെൻഡിൻ്റെ ബുള്ളിഷ്നെസ് കൊണ്ടാകുന്ന റൺഅവേ ഗ്യാപ്പുകളാണ്. ഭാവിയിൽ ചിലപ്പോൾ നിഫ്റ്റി താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നേക്കാം. സോ ആൾവേസ് ഗ്യാപ്സ് ആർ റിസ്കി ഫോർ എ അപ് ട്രെൻഡ്. ഇപ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് 23,851, 23,851. നമുക്ക് ആദ്യം ക്യാൻഡിലിനെ ഒന്ന് നോക്കാം അല്ലേ? ഫസ്റ്റ്, ദ ക്യാൻഡിൽ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാൻഡിൽ ഐ ഹാവ് എവർ സീൻ. കഴിഞ്ഞ 2021 ഫെബ്രുവരി മുതൽ ഇതുവരെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഡേയിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗെയിനാണ് ഇപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം കിട്ടിയത്. എ ബ്യൂട്ടിഫുൾ മർബോസു അല്ല, ദർ ഈസ് എ വിക്ക് ഈസ് ദർ, ജസ്റ്റ് ലൈക്ക് എ മർബോസു, എ ബിഗ് ഹാമർ കാൻഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യാൻഡിൽ ഈസ് ഗിവിങ് എ പോസിറ്റീവ് സൈൻ. ഇനി നമുക്ക് നിഫ്റ്റിയുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ട്രെൻഡ് നമുക്കൊരു ട്രെൻഡ് ലൈൻ വരച്ചൊന്ന് നോക്കാം അല്ലേ? ജസ്റ്റ് ഇതാണ്, ഇവിടെ നിന്നാണ് ഈ ഒരു ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത്. ഇതിനെ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ വരച്ചൊന്ന് നോക്കാം. മാക്സിമം പോയിന്റുകൾ മുട്ടിച്ച് നമുക്കതിൻ്റെ ട്രെൻഡ് ഒന്ന് നോക്കാം. സോ ഇവിടെ ഇങ്ങനെ ഞാൻ ആ ട്രെൻഡ് ലൈൻ ഒന്ന് വരച്ചു വയ്ക്കുന്നു. എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഡെയിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ട്രെൻഡ് റിവേഴ്സലിന് ശ്രമിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബിക്കോസ് ഓഫ് ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ട്രംപിൻ്റെ ആ റെസിപ്രോക്കൽ ടാരിഫ് മൂലമുണ്ടായിട്ടുള്ള
അൺസർട്ടനിറ്റി കാരണം അത് തിരിച്ചു വരേണ്ടി വന്നു. ശരിയല്ലേ? അപ്പോൾ ഇപ്പോൾ വീണ്ടും വളരെയധികം ശക്തിയോടുകൂടി ഒരു റൺവേ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് നിഫ്റ്റി ഒരു ബിഗ് ഹാമർ കാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് ആ ട്രെൻഡ് ബുള്ളിഷ്നെസ് ആണെന്ന് കാണിക്കുന്നു. സോ ദാറ്റ് ഫസ്റ്റ് നമ്മൾ ക്യാൻഡിൽ നോക്കി, ക്യാൻഡിൽ ഈസ് പോസിറ്റീവ്, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, ദാറ്റ് ഈസ് ആൾസോ പോസിറ്റീവ്. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ സപ്പോർട്ട് വരച്ച് നോക്കാം. വി ആർ ഗോയിങ് ടു ഡ്രോ എ ഹൊറിസോണ്ടൽ സപ്പോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു തിരിച്ച് നിഫ്റ്റി ഈ സെപ്റ്റംബർ മാസത്തിൽ നിന്ന് താഴോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അല്ലേ, 23,800. ദാറ്റ് വാസ് എ മാജിക് വേർഡ് ഫോർ ദാറ്റ് ടൈം. നമ്മൾ പറഞ്ഞു 23,800 ഒരിക്കലും പൊട്ടിക്കത്തില്ലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് 23,800 ഈസ് ബ്രോക്കൺ. നൗ ദാറ്റ് സപ്പോർട്ട്, ദാറ്റ് 23,800 സപ്പോർട്ട് ഈസ് നൗ ആക്ടിങ് ആസ് എ റെസിസ്റ്റൻസ് ഫോർ നിഫ്റ്റി അല്ലേ. ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ്, അതിപ്പോൾ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ സപ്പോർട്ട് വരച്ച് നോക്കി, അതിനകത്തുനിന്ന് നമുക്കൊരു പ്രോബബിലിറ്റി സ്റ്റഡി കിട്ടി. ട്രെൻഡ് ലൈൻ വരച്ച് നോക്കി, നമുക്ക് അതിനകത്തുനിന്ന് ഒരു പോസിറ്റീവ് സൈൻ കിട്ടി. ക്യാൻഡിൽ നോക്കി, അതിനകത്തുനിന്ന് നമുക്കൊരു ഒരു പോസിറ്റീവ് സൈൻ കിട്ടി. ഇനി നമുക്ക് മൂവിങ് ആവറേജ് ഒരു EMA പ്ലോട്ട് ചെയ്ത് നോക്കാം. എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് അത് നമുക്ക് 200 EMA പ്ലോട്ട് ചെയ്ത് നോക്കണം. നമ്മൾ 200 EMA പ്ലോട്ട് ചെയ്യുകയാണ്. ആഹാ, വളരെ മനോഹരമായ രീതിയിൽ 200 EMAക്ക് മുകളിൽ നമ്മളുടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ പോസിറ്റീവ് സൈൻ. ഇനി നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പാറ്റേണുകളുണ്ടോ? രണ്ട് തരത്തിലുള്ള പാറ്റേണുകളാണ് നമുക്കുള്ളത് അല്ലേ. ഒന്ന് കണ്ടിന്യൂവേഷൻ പാറ്റേൺ, അതായത് ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പാറ്റേൺ. അതായത് ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡൗൺ ട്രെൻഡുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇനി നമുക്കുള്ളത് റിവേഴ്സൽ പാറ്റേൺ ആണ്. റിവേഴ്സൽ പാറ്റേൺ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ് ഇങ്ങനെയുള്ള പാറ്റേണുകൾ നമുക്ക് കാണാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാരോ ട്രേഡിംഗ് ഏജൻസി, ഒരു സ്ക്വയർ മാതിരി നമുക്ക് റെക്റ്റാങ്കുലർ പാറ്റേൺ കാണാൻ പറ്റും. അങ്ങനെ പല തരത്തിലുള്ള റിവേഴ്സൽ പാറ്റേണുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു റിവേഴ്സൽ പാറ്റേൺ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാം. അപ്പം ഇത് ഇങ്ങനെ ഇവിടെ ഒരു ട്രംപിൻ്റെ ക്യാൻഡിൽ നമ്മളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അല്ലേ, അൺനെസസറി ട്രംപ് ക്യാൻഡിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണിനെ നമുക്കൊന്ന് ലൈൻ ചാർട്ടായിട്ട് നോക്കാം. വാവ്, സോ വി ക്യാൻ ഹാവ് a line chart and now I am going to try, is there any paths? Fantastic. See here there is a double top type of pattern is formed. കണ്ടോ? അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് സൈനും കൂടെ കിട്ടി. നമുക്ക് ക്യാൻഡിൽ കിട്ടി, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, പ്രോമിസിങ് റെസിസ്റ്റൻസ് ഏരിയയിലാണ് അതുള്ളത്. പിന്നെന്താണ്, മൂവിങ് ആവറേജ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കൊരു പാറ്റേൺ കിട്ടി അല്ലേ, കണ്ടോ? ഫൈൻ. അപ്പോൾ നമുക്ക് നമുക്കൊരു ഇത്രയും സംഗതികൾ കിട്ടി. ഇനിയിപ്പോൾ നമുക്കതിനെ വീണ്ടും, ഇപ്പം ഞാൻ ഈ പാറ്റേൺ മാറ്റുകയാണ്. ഇനി നമ്മൾ വീണ്ടും ഇതിനെ വീക്ക്ലി ചാർട്ടിലോട്ടൊന്ന് എടുത്തു നോക്കിയാൽ അവിടെ എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ എന്ന് നോക്കാം അല്ലേ. ഓക്കെ ഫൈൻ. ഇവിടെ എന്താ ഒരു പാറ്റേൺ, ഏതെങ്കിലും ബുള്ളിഷ് പാറ്റേൺ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. സോ ഐ ആം ഡ്രോയിങ് അനദർ പാറ്റേൺ. ലുക്ക് അറ്റ് ദിസ്. ദിസ് ഈസ് 1, ദിസ് ഈസ് 2, ദിസ് ഈസ് 3, ദിസ് ഈസ് 4 ആൻഡ് ദിസ് ഈസ് 5 ആൻഡ് ദിസ് ഈസ് 6. സോ എന്താ ഈ പാറ്റേൺ? ദിസ് ഈസ് എ ബുള്ളിഷ് പാറ്റേൺ. വാട്ട് ഈസ് ദിസ് പാറ്റേൺ? ഇതിനെ നമ്മൾ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയും. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. അതിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് നിഫ്റ്റി. കണ്ടല്ലേ? എന്താണ്, നമുക്ക് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് നിഫ്റ്റി. സോ ദിസ് ഈസ് അനദർ പോസിറ്റീവ് സൈൻ. സോ ടെക്നിക്കലി ഇറ്റ് ഈസ് കൺഫേംഡ്
that Nifty is in a very bullish trend. ഇനി നമുക്ക് ഈ നിഫ്റ്റിയുടെ ടെക്നിക്കൽ മാത്രം നോക്കിയോണ്ട് കാര്യമുണ്ടോ? എപ്പോഴെങ്കിലും ഒന്ന് കാർമേഘങ്ങൾ എന്തെങ്കിലും ഈ ട്രംപിനെ പോലുള്ള ആളുകളൊക്കെ വെളിയിലിരിക്കുകയാണ്, ഏതെങ്കിലും ഒരു ലോകരാഷ്ട്രത്തിൻ്റെ നേതാവിനെ എവിടെങ്കിലും കൊണ്ടൊരു ബോംബ് പൊട്ടിക്കാൻ തോന്നിയാലോ, അങ്ങനെ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി വന്നാലോ, ഇതെല്ലാം തകിടം മറിയും അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ദ പ്രോബബിളി സ്റ്റഡി വി ആർ ഡൂയിങ്, അതിനകത്ത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ്നെസ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്ന് നോക്കാം. ഇനിയിപ്പോൾ വേറൊരു കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിഫ്റ്റിയെ മാത്രമേ അറിയത്തുള്ളൂ. ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, അയാളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ബാങ്ക് നിഫ്റ്റി ആൾവേസ് ഗീവ് സപ്പോർട്ട് ടു ദ ബുള്ളിഷ്നെസ് ഓഫ് അല്ലെങ്കിൽ ബെയറിഷ്നെസ് ഓഫ് എന്താ നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് സാധാരണ നിഫ്റ്റി പെർഫോം ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റി ഒന്ന് എടുത്തു വെച്ച് നോക്കാം. ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ക്യാൻഡിൽ and this is going to be in a very all-time high. What a beautiful candle you have. And now for the all-time high we have only just left a few points. ഇപ്പോൾ എവിടെ നിൽക്കുന്നത്? 54,290. another 200 പോയിന്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഈസ് ടച്ചിങ് ദ ഓൾ ടൈം ഹൈ. പ്രീവിയസ് റെസിസ്റ്റൻസ് ആൾറെഡി ക്രോസ് ചെയ്തു അല്ലേ? സോ this is the all-time high. So we are just waiting for another moment of cheerful bullish momentum in Bank Nifty. So Bank Niftyയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5-6 പോസിറ്റീവ് സൈൻസ് നമുക്ക് നിഫ്റ്റിയിലുണ്ട്. സോ ദ ടെക്നിക്കൽ സൈഡ് ഈസ് ക്ലിയർ ഫോർ ദ ബുള്ളിഷ്നെസ്. ഇനി നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കുറിച്ചൊന്ന് നോക്കാം. എന്താണ് നടക്കുന്നത് പുറത്ത്? നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ആളുകളുണ്ട് അല്ലേ? ഞങ്ങൾ പിടങ്ങിപ്പോവുക എന്ന് പറഞ്ഞ് കുറേ നാളുകളായിട്ട് വിറ്റുകൊണ്ടിരുന്ന FISന്റെ ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ബൈയിങ് സ്ട്രെങ്ത് കാണുന്നുണ്ട്. 3 ദിവസമായിട്ട് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 15, 16, 17 ഏപ്രിലിൽ അവർ ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദ FIS ആർ ഗിവിങ് ദ സൈൻ ഓഫ് റിട്ടേണിംഗ് ബാക്ക് ടു ദ മാർക്കറ്റ്. അത് നമ്മുടെ DASന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അവർ കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുന്നുണ്ട്. ദാറ്റ് ഈസ് സ്വാഭാവികം. ഞങ്ങൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തില്ലേ, ഇനി FIS ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ എന്നായിരിക്കും അവരുടെ ചിന്ത. ബട്ട് ഡസൻറ്റ് മാറ്റർ. ദിസ് ഈസ് എ ചിയർഫുൾ പോസിറ്റീവ് സൈൻസ് വി ഹാവ്. അടുത്തത്, നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ബജറ്റ് കണ്ടിരുന്നു അല്ലേ? നിർമ്മല സീതാരാമൻ നമുക്ക് ഒരു വളരെ വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു പ്രപ്പോസലാണ് നമുക്ക് കഴിഞ്ഞ 2025 ബജറ്റിൽ തന്നിട്ടുള്ളത്. നോ ഇൻകം ടാക്സ് ടു ആനുവൽ ഇൻകം അപ് ടു 12 lakh അണ്ടർ ദ 2 ന്യൂ ടാക്സ് റെജീം. ഇത് ശരിക്കും ഏതാണ്ട് വളരെ വലിയൊരു ഇമ്പാക്റ്റാണ് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കരമായ രീതിയിൽ കൺസംഷൻ കൂട്ടാൻ ഇത് മിഡിൽ ക്ലാസ് കൺസംഷൻ കൂട്ടാനായിട്ട് ഇത് കാരണമാകും. നമ്മൾ ഒരു കൺസ്യൂമർ എക്കണോമിയാണ്. ഈ മാർക്കറ്റിൽ കൺസംഷൻ കൂടുന്നതിനനുസരിച്ച് ഈ മാർക്കറ്റിൽ പ്രൊഡക്റ്റുകളുടെ ലഭ്യത കൂടും, അതുപോലെ കമ്പനികളുടെ പ്രൊഡക്ഷൻ കൂടും അല്ലേ? മണി റൊട്ടേഷൻ കൂടും. ഈ മണി റൊട്ടേഷൻ കൂടുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു പോസിറ്റീവ് സൈൻ എന്താണ്? ആർ ബി ഐ കഴിഞ്ഞ ദിവസങ്ങളിൽ 0.25% റിപ്പോ റേറ്റ് കട്ട് ചെയ്തു. ഇന്നലെയാണോ മെനഞ്ഞാന്നോ SBI ഫെഡറൽ ബാങ്ക് പോലുള്ള ബാങ്കുകൾ ലോണിൻ്റെ റേറ്റ് കുറച്ചിട്ടുണ്ട് അല്ലേ? RBI റിപ്പോ റേറ്റ് കുറച്ച് മാർക്കറ്റിലേക്ക് പണലഭ്യത എത്തിക്കുന്നു. മാർക്കറ്റിൽ കൺസംഷൻ കൂട്ടാൻ വേണ്ടി ഗവൺമെൻറ് പോളിസി മേക്കിംഗ് ചെയ്യുന്നു. ടാക്സ് പേയിങ് റിഡക്ഷൻ സംഭവിക്കുന്നു. വാട്ട് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് വി ആർ ഗെറ്റിംഗ് അല്ലേ? അടുത്തത് 2 ദിവസം മുമ്പ് വന്ന ഒരു ഡാറ്റയാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ റേറ്റ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള, അതായത് 6.7% 2022-2023 ഉണ്ടായിരുന്നതിൽ നിന്നും നല്ല ഒരു ഡിഫറൻസ് 4.6 ആയിട്ട് 2024-25 മാറി. ദാറ്റ് ഈസ് അനദർ പോസിറ്റീവ് സൈൻ.
ഇനി നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫുഡ് ഇൻഫ്ലേഷൻ ദാറ്റ് ഈസ് ദ ലോവസ്റ്റ് എവർ ഹാപ്പൻഡ് ആക്ച്വലി ഫ്രം 2021 നവംബർ 2.6%, 2.67%. Yes. So that is another positive sign. അപ്പോൾ അടുത്തത് വരാൻ പോകുന്നത് ഒരു മൺസൂണാണ്. ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. മൺസൂൺ നന്നായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കർഷകർക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടും. ബെസ്റ്റ് ആഗ്രോ പോലെ ഒരുപാട് ആഗ്രോ സ്റ്റോക്കുകൾക്ക് പെർഫോമൻസ് കിട്ടും. ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് പെട്ടുകിടക്കുന്ന സ്റ്റോക്കാണ് ബെസ്റ്റ് ആഗ്രോ പോലെ ആഗ്രോ സെക്ടർ, അല്ലെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ. അപ്പോൾ ദാറ്റ് ഈസ് അനദർ പോസിറ്റീവ് ഇമ്പാക്ട് വിച്ച് ഈസ് വി ആർ എക്സ്പെക്ടിങ്. സോ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ടെക്നിക്കല് പോസിറ്റീവാണ്. അന്തരീക്ഷങ്ങളിൽ കാർമേഘങ്ങളൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എക്കണോമിക്കൽ സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ചെറിയ പോസിറ്റീവ് ഇൻഫർമേഷൻ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാർത്തയാണ്, ന്യൂസാണ്. JD വാൻസ് എന്ന് പറയുന്ന US വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ വൈഫ് ഇന്ത്യൻ വംശജയാണ്, ഉഷ വൈൻസ് എന്ന് പറഞ്ഞിട്ട്, അവർ നാളെ ഇന്ത്യയിലെത്തുകയാണ് 21-ാം തീയതി. $500 ബില്യൺ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെത്തുക. ഇതിനകത്ത് ഏതൊക്കെ സെക്ടേഴ്സ് ആണെന്നറിയാവൂ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഡിഫൻസ് സെക്ടർ, അതുപോലെ തന്നെ IT സെക്ടർ, ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ. ഓക്കെ, ഇതുപോലുള്ള കുറേ സെക്ടേഴ്സുകൾ വളരെയധികം ബൂം നൽകുന്ന, വളരെയധികം മൊമെൻറ്റം കിട്ടാൻ പോകുന്ന ഒരു ട്രേഡ് എഗ്രിമെൻറ്റിലാണ്. നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ 2 ദിവസം മുമ്പ് തന്നെ നമ്മളോട് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, എന്താണ്, പോളിസി മേക്കിംഗ് കൊണ്ട് ഈ ട്രംപിൻ്റെ റെസിപ്രോക്കൽ ടാരിഫ് നമ്മൾ മറികടക്കും. ദാറ്റ് ഈസ് എ വെരി പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫിനാൻഷ്യൽ മിനിസ്റ്റർ. അപ്പോൾ എല്ലാ തരത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു എക്കണോമിക് സിറ്റുവേഷൻ. ടെക്നിക്കലി നിഫ്റ്റി ഈസ് ഗിവിങ് എ പോസിറ്റീവ് സൈൻ, ലോട്ട് ഓഫ് പോസിറ്റീവ് സൈൻ. സോ വാട്ട് വി ക്യാൻ കൺക്ലൂഡ്, ഇത് പ്രോബബിലിറ്റി സ്റ്റഡിയാണ് കേട്ടോ. നാളെ നേരം വിളക്കുമ്പോൾ എന്താണ് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത് ആർക്കും മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ആർക്കും മാർക്കറ്റിനെ ടൈം ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇതൊന്നും കൊണ്ട് നമുക്ക് ഒരു 100% ആയിട്ടുള്ള ഒരു അനാലിസിസ് പറയാൻ പറ്റില്ല. ബട്ട് ദിസ് ഈസ് ദ വേ വി ഹാവ് ടു അനലൈസ്. ഓക്കെ, ഇനിയിപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഈ ഇതുപോലെ സെക്ടറുകൾ നിങ്ങൾ എപ്പോഴും പറയാറുണ്ട്, സെക്ടറുകൾ എങ്ങനെ അനാലൈസ് ചെയ്യണം, സെക്ടറുകൾ നിങ്ങൾ പറയും ഇപ്പോൾ ആ സെക്ടർ ബൂം ചെയ്യുന്നു, ഈ സെക്ടർ ബൂം ചെയ്യുന്നു. അപ്പോൾ നമുക്കതൊന്നും പിടികിട്ടുന്നില്ല. വളരെ സിമ്പിളാണ് കേട്ടോ. സിറോദ ഉള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് തിജോരി എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, തിജോരി ഫൈനാൻസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മാർക്കറ്റ് മോണിറ്റർ, ഈ റിസർച്ച് ടൂളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് മോണിറ്റർ എന്ന് പറയുന്ന ഒരു സംഗതി കിട്ടും. ഓക്കെ, അതാണിത് മാർക്കറ്റ് മോണിറ്റർ. ഇപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ ഇൻഡെക്സുകൾ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ ലൈക്ക് നിഫ്റ്റി 50 ഓൾ ടൈം ഹൈയിൽ നിന്നും 9% താഴെയാണ്. കഴിഞ്ഞ ഒരു ദിവസം 1.8% കൂടി. കഴിഞ്ഞ ഒരു 1 വീക്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. 1 മന്തിൽ 4.5% കാണിച്ചു, 3 മന്തിൽ 2.8% കാണിച്ചു. ഇവിടെ വരെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് ബാക്കിയുള്ളത് ശരിക്കും ഈ പെയ്ഡ് വെർഷനിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത നിഫ്റ്റി നെക്സ്റ്റ് 50 17.4%. അതിൻ്റെ പെർഫോമൻസ് 52 വീക്ക് ഹൈയിൽ നിന്നാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് 52 വീക്ക് ഹൈയോടാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ വെരി പോസിറ്റീവ് സൈൻ. നിഫ്റ്റി സ്മോൾ ക്യാപ് 250, മിഡ് ക്യാപ്പ്, മൈക്രോ ക്യാപ്പ്, ഇതിൻ്റെ എല്ലാം പെർഫോമൻസ് വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇത് എന്തുമാത്രം 52 വീക്കിനോട് ഹൈയോട് അടുത്ത് നിൽക്കുന്നു അത്രയും കണ്ട് അത് ബുള്ളിഷ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് തിമാറ്റിക്കൽ സെക്ടറുകളാണ്. നമുക്ക് ഇതിനകത്തുനിന്ന് നിഫ്റ്റി 50-ൽ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. അതുപോലെ ഇതിനകത്ത് തിമാറ്റിക്കൽ സെക്ടേഴ്സ് ഉണ്ട്. അതായത് കെമിക്കൽ ഉണ്ടാവും, അഗ്രികൾച്ചർ ഉണ്ടാവും, ഫിനാൻസ് ഉണ്ടാവും. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണിത്. നോക്കൂ, 52 വീക്ക് ഹൈയോട് അടുത്ത് നിൽക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ 52 വീക്ക് ഹൈയിൽ നിൽക്കുന്ന സെക്ടറുകളാണ് ഇതെല്ലാം.
ഏവിയേഷൻ, സിമൻറ്റ്, ടെലികോം, പ്രൈവറ്റ് ബാങ്ക്, NBFC ഡിപ്പോസിറ്റ് ടേക്കിങ്. നോക്കൂ എന്തുമാത്രം നല്ല പെർഫോമൻസ് ആണ് കഴിഞ്ഞ 3 മാസം കൊണ്ടൊക്കെ കാണിച്ചിട്ടുള്ളത്. ഈ അനലിസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനാലിസിസ് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വുഡ് ഹാവ് ചോസൺ എ സ്റ്റോക്ക് ഫ്രം ദിസ്, അല്ലേ? ഇനി ഈ സെക്ടറുകളിൽ ഏതെല്ലാം സ്റ്റോക്കുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതിനകത്ത് ഏതെല്ലാം സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നമുക്ക് ഇന്റർഗ്ലോബ് ഏവിയേഷൻ ഉണ്ട്, ജെറ്റ് എയർവേസ് ഉണ്ട്, സ്പൈസ് ജെറ്റ് ഉണ്ട്, അല്ലേ? നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ ഉണ്ട്. ഈ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ എന്താ കാണിക്കുന്നത്? അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ ഈസ് ഷോയിങ് ദ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ. ഇപ്പം നിഫ്റ്റിയിൽ 50 സ്റ്റോക്ക് ഉണ്ട്, അതിനകത്ത് 10 സ്റ്റോക്ക് ഡിക്ലൈൻ ചെയ്യുന്നു, 40 സ്റ്റോക്ക് അഡ്വാൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:4, അല്ലേ? അത് വളരെ നല്ല സ്ട്രെങ്ത് ആണ്. നിഫ്റ്റിയിൽ ബുള്ളിഷ് സ്ട്രെങ്ത് ആണെന്ന് പറയാം. അതേസമയം 4 ഡൗൺ ആണ്, 40 സ്റ്റോക്കുകൾ ഡൗൺ ആണ്, 10 സ്റ്റോക്കുകൾ അപ്പാണെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ബിയറിഷ് ട്രെൻഡ് ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഇനിയിപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് അവേ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലൊരു തിജോരി ഫൈനാൻസിൽ കയറി നമുക്ക് ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതിനെക്കാട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇൻഡെക്സസിനകത്ത് പോയി അനലൈസ് ചെയ്യാം. നമ്മൾ നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സ് എടുക്കാം. നേരത്തെ നമ്മൾ നിഫ്റ്റി ബാങ്ക് കണ്ടല്ലോ, ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ഓട്ടോ ഇൻഡെക്സ് എടുക്കാം. നോക്കൂ, നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് ഈസ് നോട്ട് പെർഫോമിങ്. നമുക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതുകൊണ്ടാണ് ചാർട്ടിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 50 ഡേയ്സ് മൂവിങ് ആവറേജിലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 ദിവസത്തിന് മേളിലാണോ അത് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 ദിവസത്തിന് താഴെയാണത്, അല്ലേ? മൂവിങ് ആവറേജ് വെച്ചിട്ട് നമുക്കൊന്ന് സ്ട്രെങ്ത് നോക്കാം, അല്ലേ? ഓൾ ടൈം ഹൈ വെച്ചിട്ട് നമുക്കൊന്ന് സ്ട്രെങ്ത് നോക്കാം. ഇവിടെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് എടുത്ത് നോക്കൂ. നമ്മൾ നേരത്തെ തിജോരിയിൽ കണ്ടിരുന്നു NBFCs. വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ ക്യാൻഡിൽ ഈസ്, അല്ലേ? അടിപൊളി ക്യാൻഡിലാണ്. അപ്പോൾ ഇതുപോലെ പെർഫോം ചെയ്യുന്ന സെക്ടറുകളിൽ നിന്നും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡ് എടുക്കാം. നോക്കൂ, ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒരു സെക്ടറിൽ നിന്ന് ഒരു സ്വിംഗ് ട്രേഡ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ എന്തുമാത്രം അപ് ട്രെൻഡ് ആണ് ഇത് തന്നെ നോക്കൂ, അല്ലേ? എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടിയേനെ? ഇസ് അപ്രോക്സിമേറ്റ്ലി 8.55%, അല്ലേ? എത്ര ദിവസം കൊണ്ടാണ്? വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട്. സോ ട്രേഡ് എടുക്കുന്ന ആളുകൾ, സ്വിംഗ് ട്രേഡ് എടുക്കുന്ന ആളുകൾ സെക്ടർ അനാലിസിസ് ചെയ്ത് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ CPSE ഇൻഡെക്സ്, അതായത് ഇപ്പോൾ നിങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാവരും വളരെ പ്രണയിക്കുന്ന RVNL പോലുള്ള സ്റ്റോക്കുകൾ നോക്കൂ, അതും നല്ല സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. 50 ദിവസത്തെ ആവറേജ് മൂവിങ് ആവറേജിന് മേളിലാണ്. നിഫ്റ്റിക്കൊപ്പം തന്നെ അതും ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് അനദർ വേ ഓഫ് അനലൈസിങ് ദ സെക്ടർ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തിജോരിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സെക്ടറുകളെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ചുരുക്കം കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി വളരെയധികം പോസിറ്റീവ് ട്രെൻഡിലാണ്. എക്കണോമിക് സിറ്റുവേഷൻ നല്ല ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ്. ഇനി സെക്ടറുകളെല്ലാം തന്നെ നല്ല ട്രെൻഡിലാണ്. പെർഫോമിംഗ് സെക്ടറിൽ നിന്ന് നമുക്ക് സ്വിംഗ് ട്രേഡുകൾ കളക്ട് ചെയ്യാം. സ്റ്റോക്കുകളെ നമ്മൾ ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്യാം. ഇനി നിഫ്റ്റിയെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വേൾഡ് സെക്ടറുകളായിട്ട് എങ്ങനെ അനലൈസ് ചെയ്യാം? ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് കിട്ടിയ ഒരു ഈവൻ്റ് എന്താണ്? ട്രംപിൻ്റെ ഈ പൊട്ടത്തരം, അല്ലേ? പൊട്ടത്തരം എന്ന് പറയാൻ ഒക്കത്തില്ല. അയാളുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അയാൾ ആ ട്രേഡ് ഡെഫിസിറ്റ് മറികടക്കാൻ വേണ്ടിയിട്ട് അയാളുടെ രാജ്യത്തിൻ്റെ കടങ്ങളെക്കുറിച്ചൊക്കെ വറീഡ് ആയതുകൊണ്ട് അയാൾക്ക് കിട്ടിയ ഉപദേശം അനുസരിച്ച് അയാൾ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നിഫ്റ്റി 50 ഇൻഡെക്സ് എടുത്ത് നോക്കാം, അല്ലേ? നിഫ്റ്റി 50 ഇൻഡെക്സിൽ ഞാൻ ഈ ചാർട്ടുകളെല്ലാം ഞാനൊന്ന് റിമൂവ് ചെയ്യുകയാണ്. ഈ നിഫ്റ്റി 50 ഇൻഡെക്സ് നമുക്ക് എന്നാണ് ട്രംപിൻ്റെ ക്യാൻഡിൽ പ്രത്യക്ഷപ്പെട്ടത്? ഏപ്രിൽ 2-ാം തീയതി, അല്ലേ? ഏപ്രിൽ 2-ാം തീയതിയാണ് ട്രംപിൻ്റെ ക്യാൻഡിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ നമുക്ക് അതിന് മുമ്പുള്ള ദിവസം ഏപ്രിൽ 1-ാം തീയതി എന്താണ് സംഭവിച്ചത് നോക്കുക. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ലെവൽ, അല്ലേ? അതായത് ട്രംപ് ഈ റെസിപ്രോക്കൽ ടാരിഫ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പുള്ള ദിവസമാണ് ഇത്. അതായത് 23,350 അന്ന് നിഫ്റ്റി ഉണ്ടായിരുന്നത്. സോ നിഫ്റ്റി ഈസ് ഔട്ട് പെർഫോമിങ് ദാറ്റ് ഇൻസിഡൻറ്റ്, അല്ലേ? വളരെ എന്താ പറയുക, വളരെ കൃത്യമായ രീതിയിൽ നിഫ്റ്റി ആ ഒരു ഇൻസിഡൻറ്റിനെ മറികടന്നു. ഇനിയിപ്പോൾ നമ്മൾ
അമേരിക്കൻ ഇൻഡെക്സ് ഒന്ന് നോക്കാം. അതിനെ നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് DJI, അതായത് ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ഇൻഡെക്സ് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ആ ഒരു പ്രീ ടാരിഫ് ലെവലിന് താഴെയാണിത് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും താഴോട്ട് തന്നെയാണ്, അതിൻ്റെ ട്രെൻഡ് താഴോട്ടാണ്. കണ്ടോ? സോ ദാറ്റ് മീൻസ് ദാറ്റ് നിഫ്റ്റി ഈസ് ഔട്ട് പെർഫോമിങ് ഗ്ലോബൽ ഇൻഡെക്സ് ഡൗ ജോൺസ്. ഇനി നമുക്ക് S&P 500 ഒന്ന് നോക്കാം. അതും ഒരു ഗ്ലോബൽ ഇൻഡെക്സ് ആണ്. നോക്കൂ, ഇതാണ് അന്നത്തെ ദിവസത്തെ പ്രീ ടാരിഫ് ലെവൽ. ഇതാണ്, കണ്ടോ? പ്രീ ടാരിഫ് ലെവലാണിത്. അവിടെയും ഇറ്റ് ഈസ് ഇൻ എ ഡൗൺ ട്രെൻഡ്. അതായത് നമ്മളുടെ നിഫ്റ്റി, അതായത് നമ്മളുടെ മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളെ ഔട്ട് പെർഫോം ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. സോ മെനി പോസിറ്റീവ്നെസ് ആർ അറൗണ്ട്, അല്ലേ? ഒരുപാട് പോസിറ്റീവ്നെസ് ഉണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഒരു പ്രോബബിലിറ്റി സ്റ്റഡി നടത്തുക. അത് ടെക്നിക്കൽ ആയാലും ശരി, ഫണ്ടമെൻ്റൽ ആയാലും ശരി, സ്റ്റോക്കുകളിൽ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്യാം. So taking all this positiveness and sharing this positiveness, I am signing off for this video. Thank you very much for watching. Kindly please subscribe, share, and kindly inform others about this channel. Thank you very much.